പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കൂട്ടിലങ്ങാടാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ഉണ്ട്, അവനെ വെയിറ്റ് ചെയ്യാണ്. നെയ്മ് പറയും, നെഹിജി. അപ്പോൾ നേരെ പോണത് കോയമ്പത്തൂർ വ്ളോഗാണ്. ഇന്ന് കോയമ്പത്തൂർക്കാണ് നേരെ പോണത്. വ്ളോഗൊന്നുമല്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ കോയമ്പത്തൂർ ഉക്കടം പോകണം, വണ്ടിൻ്റെ സ്പെയർ വാങ്ങാണ്ട്. നിഞ്ച 650 ഉണ്ട് നമ്മളടുത്ത്. അതിൻ്റെ സ്പെയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ അതിന് ശേഷം ഒരാളെ കാണാനുണ്ട്, അത് വീഡിയോയിൽ കാണാൻ അപ്പോൾ തന്നെ പറയില്ല. നമ്മളെ വണ്ടി ഉണ്ട്, കരിഷ്മ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം 7 മണി. ഞാനൊരു 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ എത്തി. അവനെ കൂട്ടിയിട്ട് നേരെ വിടും. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോവാം. നല്ല ചൂടുള്ള പൊറോട്ടയും കടലക്കറി. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? മണ്ണാർ. ഇതാണ്ട് ആള് നൈജി. ഇതാണ് ആള് പൊളിയാണ്. ഞാൻ പറഞ്ഞത് ആളെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. വേഗം തിന്നട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇവിടെ കുറേ റൈഡേഴ്സിൻ്റെ ഉണ്ടല്ലേ, കണ്ണൂരുള്ള ടീമാണ്. ഇത് ഹോട്ടലിൻ്റെ പേരൊന്നും കാണാനില്ല. നേരെ വളയർ വഴിയാണല്ലേ, വളയർ വഴിയാണ് പോണത്. അപ്പോൾ നമ്മളുള്ളത് ഹൈവേയിലാണ്. ഏകദേശം കോയമ്പത്തൂർ എത്താനായിരിക്കണം. നമ്മള് ചെക്കനെ വെക്കണേ. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട് നെയ്മ? സൂപ്പറല്ലേ? നല്ലൊരു കാലാവസ്ഥ ഇവിടെ. നേരെ കോയമ്പത്തൂർ ഉക്കടം പോകണം. പിന്നെ 1-2 ആൾക്കാരെ അവിടെ നിന്ന് മീറ്റ് ചെയ്യാനുണ്ട്. അത് കാണിച്ചു തരാം. ഇത് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ പോവാ പോവാ. തമിഴ്നാട്, പച്ചയായ തമിഴ്നാടിൻ്റെ സ്റ്റൈല്. കോവിൽപ്പാളയത്താണ് വേറെ ചായ കൊടുത്തത്. അപ്പോൾ തൽക്കാലം നമ്മളെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി. പ്ലാൻ എ ഇനി ഉക്കടം. അപ്പോൾ പ്ലാൻ ബി ആളെ കാണണം. അപ്പോൾ പ്ലാൻ ബി ഉക്കടാക്കി. ഫസ്റ്റ് കഴിഞ്ഞ് ആളെ കാണണം, എന്നിട്ടാണ് ഉക്കടം പോകുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആളെ വെയിറ്റ് ചെയ്യണം. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പടക്കം പൊട്ടുന്നത് കൊണ്ടേക്കുണ്ടല്ലോ. എന്താ നെയ്മ പടക്കം പൊട്ടുന്നേ? പെരുന്നാളുണ്ടോ? ആ മരിച്ചായിരുന്നേ. ഇതാണ് കോവിൽപ്പാളയം ബസ് സ്റ്റാൻഡ്. എവിടെ 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 അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. കണ്ടില്ലേ വണ്ടി? ഇതാ സ്പോട്ട്. ഇതാ മൂപ്പരാണ് ആള്. ഇന്ത്യയിലെ നമ്പർ 1 ബൈക്ക് സ്റ്റൻഡറാണ് പത്മപ്രസാദ്. യൂട്യൂബിൽ അടിച്ചാൽ കാണാം. ഒരു ബൈക്ക് ഇതിലാണ്. ആളെ ചരിത്രം പറയാൻ കുറേ ഉണ്ട്. ആൾ വേറെ ലെവലാണ്. ബൈക്ക് സ്റ്റാൻഡാണ് മൂപ്പര്. ലൈഫ് തന്നെ ബൈക്ക് സ്റ്റാൻഡ്, വേറെ ഒന്നുമില്ല. இது கண்டெய்னர் ஸ்டே பண்ணி வர்க் ஏதாவது அரேஞ்ச் பண்ணி கொடுக்கணும்னு சொல்லி இப்போ டிரைவிங்க்கு ஒரு வர்க் பார்த்துட்டு ஊருக்கு போயிருக்கு. இல்லை எனக்கு வேண்டாம். சரி சாப்பிட்டீங்களா? സാപ്പിട്ടു. യെസ്, ഇനി വണ്ടി ഇറക്കുകയാണ്. ഈ കാരവാനിലാണ് വണ്ടി ബൈക്ക് കൊണ്ടെടുക്കല്. റോട്ടിൽ കൂടി ഓടിച്ച് കൊണ്ടെടുക്കില്ല. ബൈക്ക് സ്റ്റണ്ട് ബൈക്കൊക്കെ അങ്ങനെ ശരിക്കും വേണ്ടി. നമ്പർ പ്ലേറ്റും കാര്യം ഹെഡ്ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫുള്ളി കാരവാനിലാണ് മൂപ്പര് കൊണ്ടെടുക്കല്. ഫുൾ ഇതിനായിട്ട് സെറ്റ് ചെയ്ത കേട്ടോ. ബൈക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കാരവാന് ഫുൾ മൂപ്പര് അങ്ങനത്തെ ഒരു ലെവലാണ്. എന്താ പറയുക.
ഇതാണ് മൂപ്പര സാധനം. എൻ്റെ മോനെ എന്താ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ നിഞ്ച 600 ആണ്, ZX 600 ആണിത്. ഫുൾ വർക്ക് സ്റ്റണ്ടിനായിട്ടുള്ള വണ്ടിയാണ്. ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഈ ബൈക്കിന് സ്റ്റോക്ക് റേറ്റ് 15 ലക്ഷം ആണ്. ഇതിന് ഒരുപാട് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ടാവും. സ്റ്റണ്ട് അതിന് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്ട്രാ വർക്കുകളുള്ള വണ്ടിയിൽ ബാക്കിൽ. അതേപോലെ കാലിബർ കണ്ടിരുന്നു, ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ, ക്ലച്ച്, ഹാൻഡ് ബ്രേക്ക് ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ്. ടാങ്ക് കളി തുടങ്ങാനുള്ള പരിപാടിയാണ്. മൂപ്പര് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇടുകയാണ്. ബൈക്ക് സ്റ്റണ്ട് സേഫ്റ്റിയാണ് ഫസ്റ്റ്. സേഫ്റ്റി ഒരു ജാക്കറ്റോ ഹെൽമെറ്റോ ഒന്നും ഇല്ലാതെ, ഗ്ലൗ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കലും ബൈക്ക് സ്റ്റണ്ട് ചെയ്യാൻ പാടില്ല. മൂപ്പര് ഭയങ്കര എക്സ്പേർട്ടാണ്. എന്നിട്ടും കണ്ടില്ലേ, ആഴ്ചയിൽ 2 ദിവസം ഫുൾ പ്രാക്ടീസാണ് ഇവിടെ. മൂപ്പര് എല്ലാ ആഴ്ചയിലും 2 ദിവസം പ്രാക്ടീസ് ചെയ്യും. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കണ്. എൻ്റെ മോനെ എന്താന്നറിയോ സൗണ്ട് തന്നെ ഒരു രക്ഷയിലിട്ട് കാണാൻ. മൂപ്പര് സ്വന്തം സ്പോട്ടാണ്. ഈ അടുത്തുള്ള മൊത്തത്തിന് മൂപ്പര് തന്നെ. അണ്ണന് കളി തുടങ്ങുകയാണ് മക്കളെ. കണ്ടോളി. സൗണ്ട് കേട്ടിട്ട് തരിച്ച് നിൽക്കുകയാണ് ഞാൻ നെയ്മ്. ഫ്ലൈറ്റാ നമ്മളെ ചെക്കനെ കയറ്റിക്കണ്.
வா പൊളി പൊളി പൊളി. അങ്ങനെ കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി സൈഡാക്കി റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ്. ഉപരി 2008 മുതൽ തുടങ്ങിയിരിക്കുന്നത് ബൈക്ക് സ്റ്റണ്ട്. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ഈ ലെവലിലേക്ക് എത്തൽ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്. ഏതായാലും 12 വർഷമായി സ്റ്റണ്ട് தொடங்கிட்டு. அடுத்து 1000 வாங்கலாம்னு தான் பிளானிங் இருக்குது. அதனால தான் பெனிலியும் சேல் பண்ணிட்டேன். ஆனால் ஸ்டண்ட் பைக் எனக்கு வந்து யாருக்கோ கொடுக்கறதுக்கு எனக்கு இது இல்லை. ஒரு ஸ்டண்ட் ரைடருக்கு அதுக்கு கொடுத்தா தான் அது ஒரு அவனும் யூஸ் பண்ணிக்குவாங்க இல்லையா, அதனால தான். ഇന്ത്യയിലാകെ ഒന്നേ ഉള്ളൂ, ഏഷ്യയിൽ 2 അല്ല, ഇന്ത്യയിലാകെ ഒന്നേ ഉള്ളൂ ഈ വണ്ടി സ്റ്റണ്ട് മോഡാക്കിയത്. ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും സ്റ്റോക്ക് മോഡും പിന്നെ സ്റ്റണ്ട് മോഡും ആക്കാൻ? ஸ்டாக் பைக்கு 13 லேக்கு, அப்புறம் 12.5 to 13 lakh rupees வரும் ஸ்டாக் பைக். அப்புறம் மாடிஃபிகேஷனுக்கு இப்போ இதெல்லாமே வாவ் ஸ்டன் ஷாப் பார்ட்ஸ் போட்டிருக்கிறங்காட்டிக்கு காஸ்ட் வந்து 4 lakh rupees ஆயிருக்கு. இம்போர்ட்டட் பார்ட்ஸ் போடுற மாதிரி இருந்தால் இன்னொரு 2.2 lakh rupees எக்ஸ்ட்ரா வரலாம். 13 லேக்கும் 4 லேக் போய் டோட்டலி 13 லேக்கு ஒரு அப்ராக்சிமேட்லி ஒரு 16 lakh rupees வரைக்கும் வச்சுருவோம். ECU ரீமேப்பிங் பண்ணியிருக்கு. உதாரணத்துக்கு ஒரு கிராஷ் கேஜ் இம்போர்ட் பண்ணுறதா இருந்துச்சுன்னா $400 வச்சுக்கலாம். அவங்க $425 சம்திங் என்னமோ சேல் பண்ணுறாங்க. $400 வரும். $400 இந்தியாவோட வேல்யூ ஒரு டாலருக்கு 75 rupees, 74 rupees, 73 rupees, ஒரு 70 rupeesனே வச்சுக்கோ. $100 $7,000 rupees ஆச்சு. $400 7 into 3 7 into 4 28,000 rupees ആയിച്ച് ക്രാഷ് കേജ് மட்டும். ഷിപ്പിംഗ് എക്സ്ട്രാ. ടോട്ടൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സ്ലൈഡറിന് എത്ര ഉണ്ടാവും റേറ്റ്? അത് 3,000 ഇതിന് മാത്രം, ആക്സിൽ ഇല്ലാமல். പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് ക്ലച്ച് 8,500. ക്ലച്ച് 8,500. மாஸ்டர் சிலிண்டரு புதுசு பிராண்ட் நியூ வாங்குறதா இருந்துச்சுன்னா 40,000 35,000 rupees வரும். பிராண்ட் நியூ டுகாட்டி பனிகளி வரும். டுகாட்டிൻ്റെ ആണ് ഈ മാസ്റ്റർ സിലിണ്ടർ. ക്ലിപ്പ് ഓൺസ് 7,500. ഹാൻഡിലിന് മാത്രം 7,500. அது ஃபுல்லி அட்ஜஸ்டபிள். ക്രാഷ് കേജ് 12,000. அப்புறம் சப்கேஜ் ஃபிக்சர்ஸ் அதெல்லாம் சேர்த்து 9,000 rupees ஆயிடுச்சு. சப்கேஜ் 9,000. அப்புறம் ரியர் செட்ஸு 20,000 rupees ஆயிடுச்சு. ஸ்ப்ராக்கெட்டு 8,000 rupees, 7,000 8,000. ப்ராக்கெட்டு அதே மாதிரி 13,000-14,000 rupees வரும். ப்ராக்கெட்டு வித் டிஸ்க் ரோட்டரு, எக்ஸாஸ்ட்டு, சீட்டு, 12 பாரு. 12 பார் வந்து 5,500 rupees. 12 பார் 5,000. அப்புறம் ஃபிக்சர்ஸ் மறுபடியும் 1,500 rupees எக்ஸ்ட்ரா. ஃபிக்சர்ஸ் 1,500 to 2,000 வரும். சீட்டு 15,000 rupees. டேங்க்கு 24,000 rupees யூஸ்டு வாங்குச்சு. 24,000 யூஸ்டு மலேசியாவிலேருந்து. என்னோட இது மலேசியான்னு இறக்கியதானே? சிஸ்டர் அங்கே இருக்காங்க. அதனால் மலேசியாவிலேருந்து 24,000 யூஸ்டு வாங்கி கிராக் இருந்தது, அதெல்லாம் ரிப்பேர், அதெல்லாம் கட் பண்ணி நம்ம இந்த மாதிரி மாடிஃபை பண்ணியாச்சு. மாடிஃபிகேஷனுக்கு வித் பெயிண்டிங்கு 12,000 rupees டேங்குக்கு. அப்போது 25 to +12 ஆல்மோஸ்ட் 35,000 பக்கம் ஆயிடுச்சு.
35 to 40,000. 35,000 ഈ ടാങ്കിന്. அது கம்மி. 35,000 கம்மி. 35,000 தான் சீப்பஸ்ட் எனக்கு கிடைச்சிச்சு. ஆனால் பேசிக் ப்ரைஸே இப்போ உதாரணத்துக்கு ஜேசன் பிரிட்டன் அப்படின்னு ரைடர்லாம் இருக்காங்க, அவங்களோட டேங்க் வாங்கணும்னா யூஸ்டு டேங்க்கு 80,000. அப்புறம் மாடிஃபிகேஷனுக்கு $300. அப்புறம் ஷிப்பிங்க்கு $150, $450. டேங்கோட அந்த ஷேப்பில் அவங்க பண்ணி அங்கே நம்மளுக்கு அனுப்பணும்னா ஆல்மோஸ்ட் 1.5 lakh rupees ஆகுது. 1.5 lakh ടാങ്കിന്. ഇത് ECU എന്താ ചെയ്തത്? ஃபுல் ப்ரோட்டோகால் எல்லாம் பிரேக் பண்ணி ஃப்ரண்ட்டுக்கு தகுந்த மாதிரி இதை அட்ஜஸ்ட் பண்ணியிருக்கு, மோடு அட்ஜஸ்ட் பண்ணியிருக்கு. அப்புறம் க்ளீனர் மோடு பண்ணியிருக்கு. அப்புறம் செகண்டரி த்ராட்டில் வால்வ் எல்லாம் ஓப்பன் பண்ணிட்டு இருக்கேன். റേഡിയേറ്ററിന് മാറ്റം പറ്റും. കാലിപ്പർ, റേഡിയേറ്റർ, ഡ്യൂവൽ ഫാന്, റേഡിയേറ്ററിന് ഡ്യുവൽ 2 ഫാൻ കൊടുത്തു. എന്തൊക്കെ മൂപ്പര് ലൈഫ് തന്നെ ഇതാട്ടെ, വേറെ ഒന്നുമില്ല. അതും ഇതും പിന്നെ ഇതാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഡെയിലി കളിക്കുക, അതന്നെ പരിപാടി. என் ஒய்ஃபு ஒரு தடவை கூட என்னை இங்கே கூப்பிட்டுட்டு போ, அது வாங்கி கொடு இது வாங்கி கொடுன்னு என்கிட்ட கேட்டதே கிடையாது. கேஷ் வந்துச்சுன்னா இந்த மாதிரி உங்களுக்கு ஏதாவது ആളെ ഫാമിലി എന്ന് പറയുന്നത് ബൈക്ക് സ്റ്റണ്ട് ഭയങ്കര സപ്പോർട്ടാണ് മൂപ്പര്. ഭയങ്കര അത്രക്കും സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഈ ലെവൽക്ക് എത്തിയെന്ന് പറഞ്ഞത്. கேஷ் வந்த உடனே எனக்கு இவ்வளோ கேஷ் வேணும் அப்படின்னு சொல்லி இப்போ வரைக்கும் கேட்டதே இல்லை. மேரேஜ் ஆகி 5 years ஆகுது. அதனால எனக்கு ഫുൾ സപ്പോർട്ട് ഫാമിലി. ഇന്ത്യന്റെ പുറത്ത് പോയിട്ടുണ്ട് കളിക്കാൻ. എവിടെ? ടർക്കി, ഇസ്താൻബുൾ, ஸ்ரீலங்கா, நேபாள். நிறைய இந்த மாதிரி ஆப்பர்ச்சுனிட்டிஸ் எல்லாம். வண்டி அங்கேயே கொடுத்துருவாங்க. அதுவும் கேரளா தான். കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ஃபேன்ஸ்னா கேரளா தான். தமிழ்நாடை விட மேபி இந்தியாவிலே வச்சா அதிக ஃபேன்ஸ்னு சொல்ல முடியாது. நல்ல சப்போர்ட்டர்ஸ் ஏன்னா பக்கத்து ஊர். அதுவும் இல்லாமல் கேரளாவில் நிறைய ஷோ பண்ணியிருக்கு. கேரளா பசங்க ரொம்ப சப்போர்ட் பண்ணுவாங்க. இப்போ ஒரு ஷோ ചെയ്യാനൊക്കെ എത്ര എമൗണ്ട് വരും ഈ വണ്ടി കൊണ്ട്? வரும்ல, டயரே ஒரு செட்டு டயர், இப்போ ஒரு செட்டு டயரு 30,000 வருது. ஒரு ஷோக்கு ஒரு 2 ஷோ பண்ணலாம் எனக்கு தெரிஞ்சு. ஒரு டயர் ரியர் டயரு 2 ஷோ பண்ணலாம் என்னோட கெஸ் பிரகாரம். ஏன்னா இப்போ நான் ப்ராக்டிஸ் பண்ணுறது ப்ராக்டிஸ். இப்போ அந்த சின்ன பைக்கில் பேர்ன் அவுட் பண்ணுனா கம்மியாக தேயும். இதோட பவருக்கு பேர்ன் அவுட் பண்ணா கிருன்னு ஒரு 4 சுத்து 2வது கீர் போட்டோம்னா டும்னு அடிச்சிடும். ஒரு டயர் மாற்றல 2 ஷோக்கு ഉണ്ടാവുള്ളൂ. ஃப்ரண்ட் டயர் வரும், ரொம்ப ஒரு 1 year எல்லாம் யூஸ் பண்ணலாம் ஃப்ரண்ட் டயர். பாரு ஒரு சைடு எல்லாம் தேய்ச்சிருக்கும், ஏன்னா நான் ஒரு சைடாக தான் எண்டோ அடிக்கிறேன். ஃப்ரண்ட் டயரை ஒரு வருஷம் யூஸ் பண்ணலாம். ரியர் டயர் ஒரு டயரோட காஸ்ட்டு, பேசிக் டயரோட காஸ்ட்டே 16,000 17,000 தான் பேசிக் டயரோட காஸ்ட்டே. அப்போது ஒரு அதிலிருந்து ஒரு 70% நான் டயருக்கு போட்டால் ஒரு 10,000 rupees சார்ஜ், ஃபியூவல், ரைடரு. இது பைக்கோட டெப்ரிசியேஷன். இது கணக்கு போட்டால் ஒரு ரைடருக்கு எப்படி இருந்தாலும் 50,000 rupees ஆகுது ஒரு ஷோக்கு. ஒரு பைக்குக்கு 50,000 rupees ஆகுது சார்ஜ் பண்ண வேண்டியது இருக்கும் மினிமம். அப்புறம் டிரான்ஸ்போர்ட்டேஷன், ஃபுட்டு, அகாமடேஷன் எக்ஸ்ட்ரா. எப்படி பார்த்தாலும் ஒரு ஷோக்கு ஒரு 500 kilometers ஓட்டுற மாதிரி இருந்தால் ஒரு 60,000 rupees to 70,000 rupees வரைக்கும் வரலாம் ஒரு ரைடருக்கு. மெயின் என்னன்னா இதுதான். இல்ல ഒരു ഷോക്ക് 60,000 70,000 ഈ വണ്ടിയും കൊണ്ട് കളിക്കാൻ. எனக்கு டயர் கொடுத்துரு. ஓகே, இது போயிடுச்சு கிட்டத்தட்ட. இப்போ வண்டி எடுத்துட்டு 2 വർഷമായി. 13 ടയറായി ഈ വണ്ടിക്ക്. இது டயர் പോയാச்சு. இப்போ വീട്ടിൽ ഒരു ടയർ വந்தாச்சு. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആളായിട്ട് സംസാരിച്ച്. ഇത് കംപ്ലീറ്റ് മൂപ്പര സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം.
ഇവിടെ കണ്ടെയ്നർ പോയ റൂമൊക്കെ ഉണ്ടാക്കി ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് സ്റ്റേ ചെയ്യുക. ട്രെയിനിങ്ങൊക്കെ ഉണ്ടായാലുണ്ട് കണ്ടിട്ട്. ഇത് ബേസിക് വേലി കളിക്കണ ഇത് പഠിക്കുന്നവർക്കുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. ഇവിടെ റൂമും ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഏതായാലും ലാസ്റ്റ് സെക്കൻഡ് പൂതി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാന്ന്. ഇവൻ്റെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. കാല് കുത്തിയിട്ടുള്ള ബേസിക് അടിക്കാൻ പറ്റുമായിട്ട് തെണ്ടി കഴട്ടി വിട്ടത്. ഓക്കെ അണ്ണാ, ബൈ 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 ബൈ. ഓക്കെ ഓക്കെ, യെസ്, സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Autofellow. ഓക്കെ ഓക്കെ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.